ഹലോ ഗൈസ്, വെൽക്കം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുക ഡേയ്സ് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട്. ഗൈസ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മളൊരു ബെഡ് റോക്കൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗൈസ് നമ്മളിവിടെ ബെഡ് റോക്കിന് മേലെ ഗൈസ് ഇന്ന് ആദ്യമായിട്ട് നമ്മളൊരു ഫാം ഉണ്ടാക്കാൻ പോകണം ഗൈസ്. അപ്പോൾ അതിൽ നമുക്ക് ബെഡ് റോക്കിന് മേലെ കയറാം ഗൈസ്. ഞാൻ ഈ ഹോട്ടൽ ഓൾറെഡി ബെഡ് റോക്ക് എടുത്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മേലാണ് ഗൈസ് നമ്മൾ ഓൾറെഡി സ്പോൺ ആവാം അല്ലേ? അതെ ഗൈസ്. അതിന് സമയം ഇങ്ങനത്തെ ഒരു റൂമിൻ്റെ പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് ഇവിടെ. അങ്ങനെ കാണിച്ചാൽ ഗൈസ് അല്ലേ? നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് ഉണ്ടാക്കി വെച്ചോണേ. ഇതവിടെ ഒരു നെതർ ഹബ്ബ് പോലെയാണ് ഗൈസ് ഉണ്ടാക്കി വെച്ചോണ്ട. ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഗൈസ്. നമ്മളിപ്പോൾ ഒരു 2 ബോർഡർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് നേരെ മുമ്പ് 2 ബോർഡർ ഉണ്ട് ഗൈസ്. ഒരെണ്ണം ഫോറസ്റ്റിക്കും അതുപോലെ ഡെസേർട്ടിക്കും ഗൈസ്. 2 ബയോം ഞാൻ കണ്ടു. അപ്പോൾ അത് 2 കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പതുക്കെ കണക്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നമുക്കൊരു ഫുഡ് ഫാമാണ് ഗൈസ്. നമുക്ക് മൈൻക്രാഫ്റ്റിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് ഗൈസ് ഫുഡ്. അപ്പോൾ അതിനല്ലാതെ തന്നെ നമുക്ക് ഈ പശുവിനും പോത്തിനൊക്കെ പിടിക്കാതെ പോത്തല്ല പന്നി ഗൈസ് അതിനൊക്കെ പിടിക്കാൻ നമുക്ക് കുറച്ച് കഷ്ടമുള്ള പണിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫാം ഉണ്ടാക്കുന്ന നോക്കി അതിൻ്റെ അപ്പോൾ അധികം പറഞ്ഞിട്ടുള്ള ഗൈസ് നമുക്ക് നേരെ വീട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ എവിടെയായിട്ടാണ് ഗൈസ് മറ്റേ ഫാം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേ. അതിന് മുമ്പ് ഗൈസ് നമ്മൾ നിൽക്കുന്നത് നെതറല്ല ക്രൈംസം ഫോറസ്റ്റില്ല. ആ സാധനത്തിൽ നിൽക്കണം ഉറപ്പ് എത്തണം ഗൈസ്, അല്ലെങ്കിൽ സാധനം വർക്കാവില്ല. ആ ഫോറസ്റ്റിന് മേലാണ് ഗൈസ് നമ്മൾ നിൽക്കാനായിട്ട്. ഗൈസ് നമുക്ക് അതിനെ ഉണ്ടാക്കാനായിട്ട് ഇത്ര സാധനങ്ങൾ വേണം ഗൈസ്. നമ്മളിപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഗൈസ് നമുക്ക് മെയിനായിട്ട് വേണ്ടേ. അത് തൽക്കാലിക്ക് എടുത്ത് വെച്ചാണ് ഗൈസ്. അപ്പോൾ അതിന് തന്നെ ഗൈസ് നമുക്ക് അതിനെ കുറച്ച് 4 വട്ടം ഹൈറ്റിൽ പോകണം ഗൈസ്. 4 വട്ടം ഹൈറ്റിൽ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു വട്ടം വയ്ക്കാം ഗൈസ്. ഓക്കെ, പിന്നെ ഗൈസ് നമുക്കൊരു 13x13 പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ അതിന് തന്നെ 2 3 അതിൽ നമ്മളിപ്പോൾ 13ന്റെ ഒരു സ്ക്വയർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇത് ഫില്ല് ചെയ്യണം നിറച്ച്. നമുക്കിപ്പോൾ ഈ നെതറാക്കിൻ്റെ പകരം എന്ത് ബ്ലോക്കാണ് എടുക്കാൻ ഗൈസ്. ഞാനിപ്പോൾ ഇതിൽ കിട്ടണ കാരണം നെതറാക്കണം ഗൈസ് എടുത്തേ. ഇതിന് പകരം ഏത് ബ്ലോക്ക് വെച്ചിട്ട് മറക്കുമോ നമുക്ക്. അതിന് നമ്മൾ മേൽഭാഗം ഫില്ല് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിവിടെ ഇരന്നിട്ടല്ലേ അത് ഗൈസ് ഇവിടെ നിന്നിട്ട് ഗൈസ് 5 വട്ടം ഡിസ്റ്റൻസിൽ ഗൈസ് ഓരോ ഡേറ്റ് ബ്ലോക്ക് വയ്ക്കണം. നമ്മളിപ്പോൾ 16 ഡേറ്റ് ബ്ലോക്ക് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ കൂടുതലുണ്ട് ഗൈസ്, കുറച്ചൊന്നും നമുക്ക് അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 5 ബ്ലോക്ക് ഡിസ്റ്റൻസ് ആണ് ഗൈസ് ഇതിൻ്റെ ഗ്യാപ്പിൽ. നമുക്കൊരു സാധനം വേണം ഗൈസ്. നമ്മളെ സാധനം എടുക്കാൻ മറന്നു ഗൈസ്. നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് വേണം ഗൈസ്. ഇതിൻ്റെ കാണേണ്ടതാണ് ഗൈസ്. സാധാരണ ഇതുപോലത്തെ ഒരു ഫംഗസ് കൂടി ഉണ്ട് ഗൈസ്. എൻ്റെ പേര് അതന്നെ ഗൈസ്, പച്ച ഇനി അറിയണ്ടാ. അയ്യോ അതേപോലെ ഗൈസ് ഇവിടെ പറഞ്ഞോണ്ട് അറിഞ്ഞില്ലല്ലോ ലേസ്. നമുക്ക് ഇങ്ങനെ ക്രിംസൺ ഫോറസ്റ്റ് അങ്ങനെ എന്താണ് ഈ ഫോറസ്റ്റിന് പറയാം. അവിടെ നിന്ന് കിട്ടും ഗൈസ് ഈ പച്ച ഫംഗസ്. പിന്നെ അവിടെ ഒരു 6 ഗൈസ്. പിന്നെ 1 കൂടി വേണം. അത് അതെ ഗൈസ് 6 കിട്ടി. ഇനി പോകേ ഓരോ 5 ബ്ലോക്ക് ഡിസ്റ്റൻസിൽ ഓരോ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ അതിനെ വരെ നമുക്ക് ഇങ്ങനെ ഈ ഫംഗസ് ഓരോന്ന് കുഴിച്ചില്ല ഗൈസ്. ഗൈസ് ഇങ്ങനെ ഇരിക്കുന്നത് ഈ ഫംഗസ് മറ്റേ ഇവിടുത്തെ പന്നികളുണ്ട് ഗൈസ്. നമ്മൾ അതിൻ്റെ ഫാമൈസ് ഉണ്ടാക്കണേ. ആ പന്നികൾക്ക് ഈ ഫംഗസ് പേടിയാണ് ഗൈസ്. നിങ്ങൾ റോഡ് വരാൻ വേണ്ടിയാണ് ഗൈസ് ഈ സാധനം വെക്കണേ. ഇനി ഗൈസ് നമുക്കിവിടെ കുറച്ച് ബ്ലോക്ക് നടുവിലായിട്ട് വെക്കണം. ഗൈസ് നമ്മളങ്ങനെ ഒരു ചെറിയ സ്ക്വയറല്ല ഗൈസ്, റെക്ടാങ്കിൾ സെറ്റപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ കുറച്ച് ട്രാപ്പ് ഡോർ വെക്കണം. ഓ അപ്പോൾ 2 സ്ഥലം വെക്കണം ഗൈസ് ട്രാപ്പ് ഡോർ. നമുക്ക് പിന്നെ നമുക്ക് ഇതിനെ കുറച്ച് ഹൈറ്റ് കൂട്ടണം ഗൈസ്. നൈസായിട്ട് ഹൈറ്റ് വിട്ട് ഇതിൻ്റെ മേലെ സ്ലാബ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മേലെ എന്തെങ്കിലും സ്പോൺ ആവും ഗൈസ്. നമ്മളൊരു സ്ലാബ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേലെ. നമ്മുടെ ഫാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഗൈസ്. ഇന്നൊക്കെ ഒരു കൊല്ലാണ്ട് ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കണം ഗൈസ്. പോയില്ല നമുക്ക് കുറച്ചുകൂടി നെതറേക്കേണ്ട ആവശ്യമുണ്ട് ഗൈസ്. കുറച്ചുകൂടി ഒരു സ്ക്വയർ ഉണ്ടാക്കണം നമുക്ക് ഇവിടെ.
കുറച്ച് അത് എടുത്തിട്ട് പോയി തരാം അത് പോയി എടുത്തിട്ട് വരാം ഗൈസ് കുറച്ച് ആവശ്യമുള്ളൂ നമുക്ക് ഗൈസ് നമ്മൾ കുറച്ച് അത്രയൊക്കെ എടുത്തൊക്കെ മതിയാവും ഗൈസ് നമുക്ക് ചെറുതൊക്കെ കവർ ചെയ്താൽ മാത്രം മതി ഗൈസ് നമുക്ക് ഇതൊക്കെ ഇത് വെച്ച് നമ്മുടെ പിന്നെ കുറച്ച് ഹോപ്പർ തന്നെ ഗൈസ് ഹോപ്പറിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് 9 ഹോപ്പർ എടുത്തിട്ടുണ്ട് 9 ആവശ്യമില്ലാന്ന് തോന്നണമെങ്കിൽ ഒരു ഇതിനു വേണ്ടി 9 എടുത്തിട്ടുണ്ട് ഞാൻ നമ്മളിങ്ങനെ ഒരു 2 ഹോപ്പർ വെച്ചിട്ടുണ്ട് ഇനി ഈ ഹോപ്പർ കണക്ട് ചെയ്തിട്ടാണ് എല്ലാ ഹോപ്പറും വെക്കുന്നത് നമുക്ക് എല്ലാ ഹോപ്പറും ഇത് കണക്ട് വെക്കണം അല്ലെങ്കിൽ എല്ലാ സാധനം വീട് ദിവസത്തേക്ക് വരില്ല കാരണം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഇത് ഒരു ട്രഡ് ഡോർ വെച്ചെടുക്കാം നമ്മളെല്ലാ കണക്ഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ചെസ്റ്റ് വെച്ചെടുക്കാം ഇവിടെ ഡബിൾ ചെസ്റ്റാണ് ആവശ്യം വെച്ചെടുത്തോളാം ഇപ്പോൾ ഇനി നമുക്ക് കുറച്ച് ടോർച്ചിൻ്റെ ആവശ്യമുണ്ട് നമ്മൾ 2 ദിവസമൊക്കെ ടോർച്ച് എടുത്തിട്ടുണ്ട് മതിയാകുന്ന തോന്നണം ഗൈസ് എനിക്ക് ഓരോ കട്ട ഡിസ്റ്റൻസിൽ വെച്ചെടുക്കണം ഗൈസ് നമുക്ക് ഗൈസ് നമ്മൾ ഫുള്ള് ടോർച്ച് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മൾ ടോർച്ച് വെക്കണ കാരണം ഗൈസ് നമ്മളിപ്പോൾ ടോർച്ച് വെച്ചില്ലെങ്കിൽ ഇവിടെ മറ്റേ പിഗ്ലിൻസ് ഒക്കെ സ്പോൺ ആവും ഗൈസ് പിഗ്ലിൻസ് സ്പോൺ ആവാണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ ടോർച്ച് വെച്ചോണം ഇവിടെ ഇനി നമുക്ക് ഒരു ചെറിയ ബക്കറ്റിൽ ലാവയുടെ ആവശ്യമുണ്ട് ഗൈസ് വെയിറ്റ് ചെയ്യുമ്പോൾ ലാവ എടുത്തിട്ട് തരാൻ തന്നെ ഗൈസ് ലാവ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ ലാവയുടെ ലെയറായിട്ട് നിൽക്കും ഗൈസ് അവിടെ ഇനി ഗൈസ് നമുക്ക് ഈ സാധനത്തിൻ്റെ ആവശ്യമുള്ള ഇങ്ങനെ എടുത്തിട്ട് ഗൈസ് ഒരു 94 ഹൈറ്റിൽ വയ്ക്കണം ഗൈസ് ഇത് അപ്പോൾ 90 കൃത്യമെടുത്തിട്ടുണ്ട് ഞാൻ കൃത്യം 90 ഗൈസ് എടുത്തോണേ എൻ്റെ പേര് ശരിക്കും എന്തിനാണ് മറന്നു ഗൈസ് സ്റ്റെപ്പോർഡ് അങ്ങനെ എന്തോ ആണ് ഗൈസ് കൃത്യം 90 എടുത്തണം ഗൈസ് നമുക്ക് അത്ര ഹൈറ്റ് വേണം കട്ട പക്ഷേ അതിന് 90 കട്ടയല്ല ഗൈസ് ഈ ലാട്ട് പോലെ സാധനം ഉണ്ടല്ലോ ഗൈസ് ഈ സാധനം വെച്ചിട്ട് അതിനൊരു സ്റ്റേഷൻ ഉണ്ടാക്കണം ഗൈസ് നമ്മൾ കുറച്ചധികം ഹൈറ്റിൽ നിന്നാലേ ഗൈസ് ഈ സാധനങ്ങൾ സ്പോൺ ആവുള്ളൂ അങ്ങനെ വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഏകദേശം എല്ലാം സെറ്റായി തോന്നണം ഗൈസ് അപ്പം നിന്ന് നോക്കാൻ കഴിച്ചു വർക്കാവുമെന്ന് പക്ഷേ അതിന് മേലെ എത്തിൻ്റെ നമുക്ക് ഇവിടെ ചെറിയൊരു AFK സ്റ്റേഷൻ പോലെ സെറ്റപ്പ് ഉണ്ടാക്കണം അതെ സിപ്പിൻ്റെ സ്പോണായി തുടങ്ങി ഗൈസ് 2-4 ഇപ്പോൾ സ്പോണായിട്ടുണ്ട് അതോടെ AFK നിന്ന് നോക്കാം ഗൈസ് എത്ര സ്പോണാവും നോക്കാം അതായത് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 20 മിനിറ്റോളം ആയിന്നോളൂ ഗൈസ് AFK നിന്നിട്ട് എത്ര ആയിട്ടുണ്ടെന്ന് നോക്കാം ഗൈസ് നമുക്ക് 20-ൻ്റെ തന്നെ ഗൈസ് 6 സെക്കൻഡല്ലേ സതുക്ക് മേലെ കിട്ടിയിട്ടുണ്ട് ഈ ഫാം നന്നായി വർക്കാവുണ്ട് ഗൈസ് ഈ ഫാം നന്നായി വർക്കാവണൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ് നമ്മളിന്നൊരു ഓട്ടോമാറ്റിക് എന്ന് പറയാൻ പറ്റും ഗൈസ് ഒരു AFK ഫാമാണ് ഗൈസ് ഉണ്ടാക്കിയത് നമ്മൾ AFK ബീക്കല്ല പോർക്ക് ഫാം അയ്യോ കുറച്ച് ഫുഡ് എടുക്കുക ഗൈസ് ഫുഡ് എടുത്തിട്ടായിരുന്നു ഇനിയും തന്നെ വരുന്നുണ്ടായിരുന്നു കുറച്ച് ഫുഡ് എടുക്കാനായിട്ട് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ വൈകി ഗൈസ്